Hello all, this is Empire Overseas Education and I am Jesslyn. Today we are going to discuss about the commonly asked questions for live interviews in Latvia. That is, live interviews usually ചോദിക്കുന്ന universities എന്ന് പറയുന്നത് is Turiba, ICA University, TSI University and Riseba University. Usually RTU, LLU പോലുള്ള യൂണിവേഴ്സിറ്റീസിലെല്ലാം recorded interviews ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ I would like to discuss about a few things that you need to keep in mind. So live interviews എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവറോട് നേരിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലാതെ അവിടെ മറ്റ് പലതും അവർ ചോദിച്ചേക്കാം, പറഞ്ഞേക്കാം. നിങ്ങളുടെ റിയാക്ഷൻ വേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, അവർ റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു ജനറൽ കോൺവെർസേഷൻ ക്യാരി ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങളുടെ കപ്പാസിറ്റി റേസ് ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ദേ ആർ ഗോൺ ടു ഗ്രീറ്റ് യു വിത്ത് എ ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ അക്കോർഡിംഗ് ടു ദ ടൈം. സോ അവർ നിങ്ങളോടൊരു ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കമ്പൽസറി ദാറ്റ് യു ആസ്ക് it back. So your ideal response when they ask you how are you should be I'm doing great or I'm doing good ma'am, how about you? And then they would give their response and you can leave it at that. And another thing that you need to keep in mind is live interviews usually avare passport ചോദിക്കാറുണ്ട് സ്റ്റുഡൻസിനോട്. passport, can you show your passport or may I see your passport എന്നുള്ളൊരു ക്വസ്റ്റൻ അവർ ചോദിക്കാറുണ്ട്. And can you please show your passport to the camera? So ഈ ഒരു ക്വസ്റ്റൻ അവർ ചോദിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് എ നൈസ് ഓർ എ ഗുഡ് റെസ്പോൺസ്, ലൈക്ക് ഷുവർ, സേ ഷുവർ എന്ന് പറഞ്ഞിട്ട് then show your passport. When you are showing your passport, make sure that you are asking them whether they are able to see it. അത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ, because you going to show it to the camera, right? So അവർക്കത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ചോദിക്കുക. Can you see my passport? So you can ask them, ma'am, are you able to see it or is it visible? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. മൂവിങ് അഹെഡ് വിത്ത് ദാറ്റ്, അവർ യൂഷ്വലി ലൈവ് ഇൻ്റർവ്യൂസ് അവർ റെക്കോർഡ് ചെയ്യാറുണ്ട്. സോ ആസ് എൻ എറ്റിക്കറ്റ് അവർ നമ്മളോടത് ഇൻഫോം ചെയ്യാറുണ്ട്, ദാറ്റ് സ്റ്റുഡൻസിനോട് അത് ഇൻഫോം ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഒരു സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഓക്കെ ആണോ. സോ ദെയർ ക്വസ്റ്റ്യൻ വുഡ് ബി, ഡു യു മൈൻഡ് ഇഫ് ഐ റെക്കോർഡ് ദിസ് ഇൻ്റർവ്യൂ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് അവർ ചോദിക്കുക. സോ ഡു യു മൈൻഡ് എന്നുള്ളൊരു ക്വസ്റ്റന് നിങ്ങൾ യെസ് എന്നല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഡു യു മൈൻഡ് മീൻസ് ഞാൻ ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണത്. സോ ഡോണ്ട് സേ യെസ്, സേ നോ പ്രോബ്ലം എന്നുള്ളൊരു റെസ്പോൺസ് നിങ്ങൾ കൊടുക്കും. ദാറ്റ് ബീങ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇന്റർവ്യൂ, ഐ മൂവ് അഹെഡ് വിത്ത് ദ ക്വസ്റ്റൻസ് ദാറ്റ് ആർ commonly asked during these live interviews. The first question being, of course, self-introduction. So they're going to ask you, can you please introduce yourself? Could you briefly tell about yourself? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കുക. സെൽഫ് ഇൻട്രോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് യുവർ നെയിം. ഇതിനൊക്കെ മുന്നേ സ്റ്റാർട്ട് യുവർ ആൻസർ വിത്ത് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഐ എം റിയലി ഗ്ലാഡ് ടു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നുള്ളൊരു ഇൻട്രോ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സോ യു ക്യാൻ ഇൻക്ലൂഡ് യുവർ നെയിം, your place, your educational background, your experience, if any, work experience endelum undengil you can include that. My experience in the car showroom taught me valuable lesson for a customer relation, sales strategy, day-to-day business operation. അത് കൂടാതെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് is your hobbies, your strengths or your qualities as a person. അത് കൂടാതെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു ഗോൾ, നിങ്ങളുടെ ആംബിഷൻ കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Your ideal response would look something like this: hi, thank you very much for this opportunity, അല്ലെങ്കിൽ I'm really glad to have this opportunity to introduce myself here. I am Jesslyn Joby and I am from the southern part of India, which is Kerala, and I am 22 years old. I completed my BCom in taxation and I had worked 2 years in the account section, and currently I'm looking to do my masters in, let's say, Turiba University. And my hobbies include listening to music, watching movies, and I sometimes use my time to paint. I'm a very hardworking person with good communication skills. I am also a very outgoing person. I love meeting new people and exploring new things, new places, and my goal is to become so and so positions. You can mention the positions you want to get into, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കരിയർ ജോബ് നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്യാം. ആൻഡ് യു ക്യാൻ വൈൻഡ് അപ്പ് ദി ആൻസർ ബൈ ടെല്ലിംഗ് ദാറ്റ്സ് ഓൾ അബൌട്ട് മീ ഓർ ദാറ്റ്സ് പ്രിറ്റി മച്ച് അബൌട്ട് മീ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് question, they are going to ask you about your course, that is നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സ് ഏതാണെന്നുള്ളത് they may ask you. Which program have you chosen to study at our university? So കോഴ്സിനെ കുറിച്ചിട്ട് you have to make sure that you know almost
everything about your course. That is നിങ്ങളുടെ കോഴ്സിന്റെ എക്സാക്ട് നെയിം എന്താണ്, കോഴ്സിന്റെ പേര് ചോദിക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സേ ഫോർ എക്സാമ്പിൾ ബിസിനസ് മാനേജ്മെന്റ് എന്നാണ് നിങ്ങൾ കോഴ്സ് എങ്കിൽ ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക്കലി പറയാം. സോ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ്, സോ മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഫുൾ ആ കോഴ്സിന്റെ പേര് നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് ദെൻ യു ഹാവ് ടു ഓൾസോ നോ യുവർ കരിക്കുലം. നിങ്ങളുടെ കരിക്കുലം ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കരിക്കുലം ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഇതാണ് എന്നൊക്കെ ഉള്ളത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. സോ കരിക്കുലം ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ യെസ്, ഐ ഹാവ് ഗോൺ ത്രൂ മൈ കരിക്കുലം ആൻഡ് I came across several subjects that are being taught during my course and it was really exciting for me. My main subjects are, so I said ABCD. So at least 5 to 6 subjects നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ദറ്റ് ഈസ് യുവർ കോർ സബ്ജക്ട്സ്. കോർ സബ്ജക്ട്സിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 സബ്ജക്ട്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാം. ആൻഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട വേറൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സെമസ്റ്റർ വൈസ് സബ്ജക്ട്സ് അറിയോ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയോ, സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാ ക്വസ്റ്റനും കറക്റ്റ് ആൻസർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇസ് ഹൗ വെൽ യു ആർ ഹാൻഡ്ലിങ് ദീസ് ക്വസ്റ്റൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങളത് എത്ര സ്മൂത്ത് ആയിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ദാറ്റ് മാറ്റേഴ്സ് ഡ്യൂറിങ് യുവർ ഇൻ്റർവ്യൂ. സോ യുവർ റെസ്പോൺസ് ക്യാൻ ബി ദാറ്റ് ഞാൻ എൻ്റെ കരിക്കുലം ചെക്ക് ചെയ്തിരുന്നു, എൻ്റെ കോർ സബ്ജക്ട്സ് ഇന്നതൊക്കെയാണ്, മെൻഷൻ ദോസ് 5 or 6 സബ്ജക്ട്സ്. ഈ 5 or 6 സബ്ജക്ട്സ് മെൻഷൻ ചെയ്തിട്ട് യു ക്യാൻ ടെൽ ദാറ്റ് എനിക്ക് സെമസ്റ്റർ വൈസ് സബ്ജക്ട്സ് ഓർമ്മയില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഐ എം സോറി ദറ്റ് ഐ ഡോണ്ട് റിക്കോൾ ഇറ്റ് സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ് ഇഫ് യു ക്യാൻ ഗോ ത്രൂ യുവർ സബ്ജക്ട്സ് ആൻഡ് ലേൺ യുവർ സബ്ജക്ട്സ് സെമസ്റ്റർ വൈസ്. പക്ഷേ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല ആൻഡ് ഇറ്റ്സ് നോട്ട് നെസസറി ഈവൻ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ that is more than enough and you will clear your interview. Moving ahead from subjects അല്ലാതെ നിങ്ങളോട് കോഴ്സിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഴ്സിന്റെ ഡ്യൂറേഷൻ ആണ്. സോ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്താണെന്ന് ഡയറക്ട്ലി നിങ്ങളോട് ചോദിക്കാതെ വാട്ട് ദേ മേ ഡു ഇസ് നിങ്ങൾ എത്ര നാള് ലാറ്റ്വിയയിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഓക്കെ, ഹൗ ലോങ് ഡു യു പ്ലാൻ ടു സ്റ്റേ ഇൻ ലാറ്റ്വിയ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ബൈ ടെല്ലിംഗ് ദാറ്റ് എൻ്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇത്രയാണ് വരുന്നത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു ബാച്ചിലർ കോഴ്സ് ആണെങ്കിൽ മൈ കോഴ്സ് ഡ്യൂറേഷൻ ഇസ് 3 years. സോ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ബൈ ടെല്ലിംഗ് ദാറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് മൈ കോഴ്സ് is 3 years and I may stay in Latvia for a couple more months to do internships so that it will add more value to my profile or my portfolio. So the period of my stay would be around 3 years in Latvia. So this can be your response. ഇത്രയും കാര്യങ്ങളാണ് യൂഷ്വലി അവർ കോഴ്സിനെ കുറിച്ച് ചോദിക്കാനുള്ളത്. I'll move ahead to the next question. നിങ്ങൾ എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. Why this program? What are the reasons behind your choice? And this is also one of the most important questions during your interview and you have to give a detailed answer to this interview question. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് why this course അല്ലെങ്കിൽ what is your motivation for choosing this particular study program എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് is first how did you develop an interest towards this. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനോട് ഇൻട്രസ്റ്റ് തോന്നിയത് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് എപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. മേ ബി ചൈൽഡ്ഹുഡ് മുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ 11th 12th ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് തോന്നിയത്, ചിലപ്പോൾ 12th കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് തോന്നിയത്. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഹാസ് ഡൺ യുവർ ബാച്ചിലേഴ്സ് ഓൾസോ ഇൻ ദ സെയിം ഫീൽഡ്, ചിലപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ ടൈമിലായിരിക്കും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഫർദർ നോളജ് ഗെയിൻ ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുക. സോ അത് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ആൻസർ, എങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി എന്നുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് യുവർ ആൻസർ, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ ഡൂയിങ് ദിസ് കോഴ്സ് I will be able to develop several skills like എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് നിങ്ങൾക്ക് ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി മൂവിങ് അഹെഡ്, നിങ്ങളുടെ തേർഡ് പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് യുവർ ആൻസർ ഹാസ് ടു ഇൻക്ലൂഡ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പോസിബിലിറ്റീസ്. ദാറ്റ് ഈസ് ഈ ഒരു കോഴ്സ് നാളെ ഓക്കെ ഇൻ ദ ഫ്യൂച്ചർ, ലെറ്റ്സ് സേ ഈ ഒരു കോഴ്സ് 3 years കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. സോ അപ്പോൾ ഈ ഒരു കോഴ്സിന് എത്രത്തോളം ഈ കോഴ്സ് റെലവൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഈ ഫീൽഡ് എത്രത്തോളം ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫീൽഡാണ്, എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് സംസാരിക്കാൻ പറ്റണം. ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ യൂറോപ്പിൽ സെറ്റിൽഡ് ആവാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ടോൺ ഒരിക്കലും ആൻസറിൽ വരാൻ
പാടില്ല. സോ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇന്ത്യ ദർ. ഓക്കെ, നാട്ടിൽ ഈ ഒരു ഫീൽഡ് എത്രത്തോളം റെലവെൻ്റ് ആണ്, ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഇതിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ യു ആർ ഡൂയിങ് എ ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ എൻ ഓൺട്രപ്രന്യോർഷിപ്പ് കോഴ്സ്. യു ക്യാൻ ഗിവ് എക്സാമ്പിൾസ്. ഐ എം ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ആൾക്കാർ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൂട്ടിയും പോവാറുണ്ട് എന്നുള്ളത് പറയാം. ഇത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വണ്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ചും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു പ്രോപ്പർ നോളജ് ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ സക്സസ് എനിക്ക് എൻഷുർ ചെയ്യാം എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പേരൻസിന് ഒരു ബിസിനസ് ഉണ്ട്, എനിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് ഇൻ ദ ഫ്യൂച്ചർ. അല്ലെങ്കിൽ ഒരു ഫാമിലി ബിസിനസ് ഉണ്ട്, അതിലെനിക്കൊരു പാർട്ട് ആവണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു പൊസിഷൻ എനിക്ക് ടേക്കപ്പ് ചെയ്യണം എന്നുണ്ട്. സോ അതിന് എനിക്ക് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി എനിക്കുള്ള നോളജ് എനിക്ക് ഇനഫ് അല്ല എന്ന് തോന്നി. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഐ എം ചൂസിങ് ദിസ് കോഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ പ്ലാൻ കൂടെ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി കൂടെ ഈ ഒരു ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, യൂഷ്വലി ഇൻ്റർവ്യൂവേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിനോട് ചോദിക്കുന്നത് ഇസ് വെൻ സ്റ്റുഡൻസ് ആർ നോട്ട് ടോക്ക്. ഓക്കെ, ആവശ്യത്തിന് സ്റ്റുഡൻസ് സംസാരിക്കാതിരിക്കുമ്പോഴാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് അൺവാണ്ടഡ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി എന്നുള്ളത് പറഞ്ഞു, എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു, ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഇതിൽ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ ഇൻ്റർവ്യൂവർ ഹാസ് ടു ആസ്ക് യു ദീസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ്ലി. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഈ വാട്ട് സ്കിൽസ് ആർ യു ഹോപ്പിംഗ് ടു ഗെയിൻ ഫ്രം ദിസ് പ്രോഗ്രാം, അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഓർ ദേ കുഡ് ആസ്ക് യു വെൻ ഡിഡ് യു ആക്ച്വലി ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫീൽഡ്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ കരിയർ പ്ലാൻസ്. കരിയർ പ്ലാൻസിനെ കുറിച്ച് ഓഫ് കോഴ്സ് ദേ ആർ ഗോണ ആസ്ക് യു, ഓർ വാട്ട് വിൽ യു എക്സാക്ട്ലി ഡു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ നെക്സ്റ്റ് ക്വസ്റ്റൻ. സോ ഇത്രയും കാര്യങ്ങൾ എനിവേ അവർ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കേണ്ടി വരും ഇഫ് യു ആർ നോട്ട് ഡിസ്കസിങ് ഇറ്റ് ഇൻ വൺ ആൻസർ. So it is always better you discuss things in detail in this particular question itself. So I'll move ahead to the next question, which is of course what are your career plans. Career plans നെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ ആക്ച്വലി നമ്മുടെ why this course എന്നുള്ള ക്വസ്റ്റ്യന് ഓൾറെഡി നമ്മൾ കരിയർ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവർ സെപ്പറേറ്റ്ലി ചോദിക്കില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ കൻ അഷ്യൂർ യു. അവർ സെപ്പറേറ്റ്ലി അവർ ചോദിക്കത്തില്ല വാട്ട് ആർ യുവർ കരിയർ പ്ലാൻസ് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദേ ആർ നോട്ട് ഇഡിയറ്റ്സ് ടു ആസ്ക് ദാറ്റ് അഗൈൻ. ഇനി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ they are going to ask you, ഇനി നിങ്ങൾ നിങ്ങളുടെ കരിയർ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു ആൻസറിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ they are going to ask you this question again, what are your plans after your studies, അല്ലെങ്കിൽ what will you do after completing this course. So what you need to mention here is your plan in India and not in Latvia. Okay, നിങ്ങൾ ലാറ്റ്വിയയിൽ സ്റ്റേ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്ലാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് സെർച്ച് ചെയ്യുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓൺലി ടെൽ ദം ദാറ്റ് യു ആർ പ്ലാനിങ് ടു റിട്ടേൺ ടു ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബലി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ബട്ട് ഡു നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് സ്റ്റേയിങ് ബാക്ക് ഇൻ ലാറ്റ്വിയ. ബിക്കോസ് യു മേ നോ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അവിടെ തന്നെ പെർമനൻറ്റ് റെസിഡൻസി ഒക്കെ കിട്ടി അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കൂടുന്നത് ദേ ആർ നോട്ട് ആക്ച്വലി പ്രൊമോട്ടിങ് ഇറ്റ്. സോ ഒരു പ്രൊമോട്ട് ചെയ്യില്ല. ദർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ്, ബട്ട് still they are not promoting everybody to do that. So അതുകൊണ്ട് തന്നെ don't mention anything about your plan to continue your stay in Latvia. So ഈ ഒരു question, that is your future plan എന്താണെന്നുള്ളത്, as I said before, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് പറയാം. നാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ്ലി പറഞ്ഞില്ലെങ്കിലും you can answer this question with your plan about India. ഓക്കെ, ഇന്ത്യയിലുള്ള നിങ്ങളുടെ കരിയർ പ്ലാൻസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ആൻസർ ബൈ ടെല്ലിംഗ് ദാറ്റ് മൈ ഇനീഷ്യൽ ഗോൾ ഇസ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് മൈ കോഴ്സ് വിത്ത് ഗുഡ് ഗ്രേഡ്സ് ആൻഡ് ഡെവലപ്പ് skills, develop my industry related skills like ABCD സ്കിൽസ് മെൻഷൻ ചെയ്യുക, ഇന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് സ്റ്റഡിങ് അറ്റ് യുവർ യൂണിവേഴ്സിറ്റി വിൽ ഹെൽപ്പ് മീ അച്ചീവ് ദീസ് ഗോൾസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റിട്ടേൺ ടു മൈ കൺട്രി ആൻഡ് സ്റ്റാർട്ട് മൈ കരിയർ ഇൻ ഇന്ത്യ. India is a place where in opportunities. Talk about the opportunity. Let's say that you have chosen a tourism course. നാട്ടിലുള്ള ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഇന്ത്യ എത്രത്തോളം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻ ദ ടൂറിസം
സെക്ടർ അതിനെക്കുറിച്ച് പറയാം. ലെറ്റ്സ് സേ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് കോഴ്സ് എടുത്തെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ ഈസ് എ പ്ലേസ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ ദർ ആർ എ ലോട്ട് ഓഫ് പോസിബിലിറ്റി ഫോർ സെവറൽ ബിസിനസ് ടു ഫ്ലറിഷ്. ആൻഡ് ഒരുപാട് വെറൈറ്റി ഓഫ് പീപ്പിൾ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ദർ ഇസ് പോസിബിലിറ്റി ഫോർ സെവറൽ കൈൻഡ്സ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. സോ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ ഐ വിൽ ഹാവ് എൻ ഐഡിയ ഓൺ വാട്ട് ബിസിനസ് ടു സെറ്റപ്പ്. ഞാൻ ഒരു ബിസിനസ് കരിയർ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് വൈ ഡിഡ് യു ചൂസ് ടു ഡു യുവർ സ്റ്റഡീസ് ഇൻ ലാറ്റ്വിയ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് ചിലപ്പോൾ വേറെ വേറെ രീതിയിലായിരിക്കും. സോ ഒന്ന് ഓഫ് കോഴ്സ് ഇസ് വൈ ഡിഡ് യു ചൂസ് ലാറ്റ്വിയ എന്ന് അവർക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് വൈ ഡിഡ് യു, അല്ലെങ്കിൽ വൈ ഡു യു വോണ്ട് ടു സ്റ്റഡി എബ്രോഡ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കോഴ്സ് നാട്ടിൽ അവൈലബിൾ അല്ലേ എന്ന് ചോദിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ട്. ഈസ് ദിസ് കോഴ്സ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ, ഓർ വൈ ആർ യു നോട്ട് ഡൂയിങ് യുവർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ, ഓർ വൈ ഡിഡ് യു ഡിസൈഡ് ടു കണ്ടിന്യൂ യുവർ സ്റ്റഡീസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇതെങ്ങനെ വേണമെങ്കിലും ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബേസിക്കലി ഒരു ആൻസർ തന്നെയാണ്. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. ഒരു 2-3 കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യണം. നമ്മൾ വൈദസ് കോഴ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ 2 പാർട്സ്. ഫസ്റ്റ് തിങ്, നിങ്ങൾ നാട്ടിൽ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ പറയാം. സോ നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് മേക്കിംഗ് എനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും പറയണം എന്നില്ല, ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ പറയരുത്. ബട്ട് യു ക്യാൻ ടോക്ക് അബൌട്ട് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. അതിലുള്ള ഡ്രോബാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ പറയാം. സോ ഡ്രോബാക്സിനെ കുറിച്ച് പറയുമ്പോഴും ഇറ്റ്സ് ബാഡ് എന്ന് പറയാതെ, ഓക്കെ, ഡോണ്ട് യൂസ് വേർഡ്സ് ലൈക്ക് ഇറ്റ്സ് ബാഡ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് നോട്ട് ഗുഡ്. അങ്ങനെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുക. ട്രൈ ടു ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് നോട്ട് ആസ് അപ്ഡേറ്റഡ് ആസ് ലാറ്റ്വിയസ്, അല്ലെങ്കിൽ ആസ് countries in Europe, and the teaching methods used are pretty conventional when compared to Latvia. So ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പറയുമ്പോൾ ഇറ്റ് ഡസൻറ്റ് സൗണ്ട് വെരി നെഗറ്റീവ്, ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ ട്രൈ ടു യൂസ് വേർഡ്സ് ഓർ സെൻറ്റൻസസ് ലൈക്ക് ദീസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഈസ് അബൌട്ട് തിയറി ക്ലാസ്സസ് ഇൻ ഇന്ത്യ. ഓക്കെ, നാട്ടിൽ കൂടുതൽ തിയറി ക്ലാസ്സസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. സെക്കൻഡ്ലി, ടീച്ചിങ് മെത്തേഡ്സ് കൺവെൻഷണൽ ആണെന്ന് പറയാം. ആൻഡ് അനദർ തിങ് ദറ്റ് യു ക്യാൻ ഡിസ്കസ് ഇസ് ദി ടെക്നോളജി നോട്ട് ബീങ് അഡ്വാൻസ്ഡ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. നിങ്ങളെ സിലബസ്, അവിടുത്തെ സിലബസ് കുറെ കൂടെ അപ്ഡേറ്റഡ് ആണെന്ന് പറയാം. ഇവിടെ അപ്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നതിനേക്കാളും ഓക്കെ, ദ സിലബസ് യൂസ്ഡ് ഇൻ ലാറ്റ്വിയ are much more updated than in India എന്ന് പറയാം. That will sound more positive than when you tell, the syllabus in India is not updated എന്ന് പറയുന്നതിനേക്കാളും the other sentence would sound much better. So that is just the first part of your answer. ഇനി നിങ്ങൾ ഈ ആൻസറിൽ ഡിസ്കസ് ചെയ്യേണ്ടത് പുറത്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന എക്സ്പോഷറിനെ കുറിച്ചിട്ടാണ്. സോ അബ്രോഡ് പഠിക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ. നാട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ എൻറ്റയർ സ്റ്റഡീസ് ചെയ്തിരുന്നത്. സോ വെൻ ഐ ഗോ ആൻഡ് ഡു മൈ സ്റ്റഡീസ് in a European country like Latvia, I will be gaining a lot of experiences. This will help me improve my personality as well. I'll not just be improved in my career, അല്ലെങ്കിൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ വൈസ്, എൻ്റെ സ്കിൽ വൈസ്, നോളജ് വൈസ് അല്ലാതെ കൂടെ എൻ്റെ പേഴ്സണാലിറ്റി വിൽ ഓൾസോ ഗ്രോ. എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എൻ്റെ പേഴ്സണാലിറ്റി എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ഓൾ ദോസ് ആർ ഓൾസോ മേജർ ബെനിഫിറ്റ്സ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ബൈ ഡൂയിങ് യുവർ സ്റ്റഡീസ് abroad. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു മേജർ ബെനിഫിറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ലാറ്റ്വിയ ബീങ് എ യൂറോപ്യൻ യൂണിയൻ കൺട്രി, നിങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ റിസീവ് ചെയ്യുന്നത്, വിച്ച് വിൽ ഹാവ് ഹൈ വാല്യൂ അറൗണ്ട് ദ വേൾഡ്. സോ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും വാല്യൂ ഓഫ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആൻസറിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് യുവർ ആൻസർ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇസ് വൈ ഡിഡ് യു സ്പെസിഫിക്കലി ചൂസ് ലാറ്റ്വിയ. ദാറ്റ് ഇസ് മറ്റ് കൺട്രീസ്, മറ്റ് യൂറോപ്യൻ കൺട്രീസ് ചൂസ് ചെയ്യാതെ നിങ്ങൾ എന്തുകൊണ്ട് ലാറ്റ്വിയ തന്നെ സ്റ്റഡീസിന് വേണ്ടി ചൂസ് ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു ആൻസറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ലാസ്റ്റ് പാർട്ട് ഓഫ് യുവർ ആൻസർ യു ക്യാൻ ടെൽ ദാറ്റ് ആൻഡ് ഐ സ്പെസിഫിക്കലി ചൂസ് ലാറ്റ്വിയ ഫോർ മൈ സ്റ്റഡീസ് ബിക്കോസ് റീസൺസ് എന്തൊക്കെ പറയാം. റീസൺ ആയിട്ട് ദാറ്റ് ഇസ് ലാറ്റ്വിയ തന്നെ ചൂസ് ചെയ്തതിൻ്റെ റീസൺ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് തിങ് ഓഫ് കോഴ്സ് ഇസ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ലാറ്റ്വിയ പ്രൊവൈഡ്സ് അറ്റ് വെരി വെരി ലോ കോസ്റ്റ് ദാൻ several other countries. Okay, very എന്ന് പറയണമെന്നില്ല, but you can tell much lesser cost. Okay, Latvia provides high quality education at much lesser cost than several other European countries like
US, Canada, France, etc. ഓക്കെ. ആൻഡ് ഈ കോസ്റ്റ് എന്നുള്ള സംഭവം അല്ലാതെ ലാറ്റ്വിയനെ അട്രാക്റ്റീവ് ആക്കുന്ന മറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. വൺ തിങ് ഇസ് ദ സേഫ്റ്റി ദാറ്റ് ദ കൺട്രി പ്രൊവൈഡ്സ്. ക്രൈം റേറ്റ് വളരെ കുറവായിട്ടുള്ള ലാറ്റ്വിയയിൽ സ്റ്റുഡൻസിന്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പീപ്പിൾ ആർ ഓൾസോ വെരി കൈൻഡ് ആൻഡ് നൈസ് ടു ഓൾ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഓൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. സോ ദിസ് വിൽ ക്രിയേറ്റ് എ വെരി പീസ്ഫുൾ എൻവയൺമെന്റ് ഫോർ സ്റ്റഡീസ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഫോർ എൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ടു go somewhere else and study, peace is something that they need very much. So all these factors influenced my decision to do my studies in Latvia എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി വരുന്നൊരു മേജർ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു നോ അബൌട്ട് ലാറ്റ്വിയ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദേ മേ ഓൾസോ ആസ്ക് യു ഹാവ് യു റിസർച്ച്ഡ് അബൌട്ട് ലാറ്റ്വിയ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു റീഡ് അബൌട്ട് ലാറ്റ്വിയ, വാട്ട് ഡു യു ആക്ച്വലി നോ അബൌട്ട് ലാറ്റ്വിയ എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റന് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ എന്തുകൊണ്ട് ലാറ്റ്വിയ ചൂസ് ചെയ്തു എന്നുള്ളതും വാട്ട് ഡു യു നോ അബൌട്ട് ലാറ്റ്വിയ എന്നുള്ളതും ആർ ടു ഡിഫറെൻറ്റ് questions. നിങ്ങൾ ലാറ്റ്വിയ എന്ന് പറയുമ്പോൾ സോ ലാറ്റ്വിയ ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി ലൊക്കേറ്റഡ് ഇൻ ദി ബാൾട്ടിക് റീജിയൻ ഓഫ് നോർത്തേൺ യൂറോപ്പ് എന്നുള്ളൊരു ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന ദാറ്റ് ഈസ് യൂഷ്വലി ഹൗ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ദെയർ ആൻസർ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലാറ്റ്വിയെ കുറിച്ച് എന്തറിയാം എന്നുള്ളതിന് ഇങ്ങനെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ലാറ്റ്വിയ ചൂസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റന് ലാറ്റ്വിയ ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ലാറ്റ്വിയ ബ്യൂട്ടിഫുൾ കൺട്രി ആയതുകൊണ്ടല്ല നിങ്ങൾ ലാറ്റ്വിയ സ്റ്റഡീസിന് വേണ്ടി ചൂസ് ചെയ്തത്. യുവർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെവറൽ അതർ ഫാക്ടേഴ്സ് ആർ ദി മേജർ റീസൺസ് ഫോർ ദാറ്റ്. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസർ പറയുമ്പോൾ യു ക്യാൻ ടെൽ ദാറ്റ് ലാറ്റ്വിയ ഈസ് എ കൺട്രി ലൊക്കേറ്റഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് യൂറോപ്പ്. Riga is the capital of the country and euro is the currency that is used in Latvia. Latvia's flag, you can talk about the country's flag is one of the oldest flags in the world, and the Latvian language is somewhat similar to the Indian language Sanskrit. You can include about the food in Latvia. അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, സീസൺ വൈസ് നിങ്ങൾക്ക് പറയാം. അവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ മേ ഗോ അറൗണ്ട് -15 to 20 degrees Celsius വരെ പോവാറുണ്ട് ഡ്യൂറിങ് വിന്റേഴ്സ് ആൻഡ് ഓൾ. അവിടുത്തെ ജോഗ്രഫി, അവിടുത്തെ ഫുഡ് കൾച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആൻസറിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്സ് എ കൺട്രി ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. വളരെയധികം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ് വിത്ത് വെരി ലെസ് പോപ്പുലേഷൻ. സോ പോപ്പുലേഷൻ എത്രയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ എക്സാക്ട്ലി നോക്കുക. അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോയും നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കാം. യു ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദി ടോപ്പ് ഇൻഡസ്ട്രീസ് ഇൻ ലാറ്റ്വിയ. there is no limit in the number of points that you have to mention here, but make sure that ഇതൊക്കെ മേജർ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ make sure that your answer is not too short. ഓക്കെ, 2 പോയിന്റ് 3 പോയിന്റ് പറഞ്ഞ് നിങ്ങൾ നിർത്താതിരിക്കുക. ട്രൈ ടു ഇൻക്ലൂഡ് മാക്സിമം പോയിന്റ്സ് ഹിയർ. സോ യുവർ ഐഡിയൽ ലെങ്ത് ഓഫ് യുവർ ആൻസർ കുഡ് ബി അറൗണ്ട് ഒരു 40-45 seconds to 1 minute. ഓക്കെ, 1 minute കൂടുതൽ നിങ്ങൾ സംസാരിക്കണം എന്നില്ല. സോ 1 minute ഒരു ഐഡിയൽ, ഒരു ആവറേജ് റെസ്പോൺസ് ടൈം ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വൈ ഡിഡ് യു ചൂസ് ദിസ് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ദിസ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുക. ഇതർ വേ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ്സ് സേ ഫസ്റ്റ് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും അവർ ചോദിക്കുക. സോ നിങ്ങൾക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്യാം ബൈ ടെല്ലിംഗ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഡു ദിസ് പെർട്ടിക്കുലർ കോഴ്സ് ഇൻ യൂറോപ്പ്. ആൻഡ് സോ ആ ഒരു റിസർച്ചിന്റെ ടൈമിൽ ഐ റെഡ് അബൌട്ട് സെവറൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഐ കെയിം അക്രോസ് സെവറൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് വൺ ഓഫ് ദം വാസ് ടൂറിബ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വൺ ഓഫ് ദം വാസ് TSI യൂണിവേഴ്സിറ്റി. ആൻഡ് ഐ ചോസ് TSI ഫോർ സെവറൽ റീസൺസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഐ ചോസ് ടൂറിബ ഫോർ സെവറൽ റീസൺസ്. എന്തൊക്കെയാണ് റീസൺസ് എന്നുള്ളത് പറയാം. ഒന്ന്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പറയാം. ഇത്ര വർഷമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇസ് അബൌട്ട് ദ റാങ്കിങ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതർ ദാൻ ദാറ്റ് യു ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് അബൌട്ട് ദ ഫെസിലിറ്റീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് വാച്ച് ദീസ് വീഡിയോസ് ഓഫ് ദീസ് യൂണിവേഴ്സിറ്റീസ്, പ്ലീസ് ചെക്ക് അവർ ചാനൽ. വി ഹാവ് ഡൺ ഡീറ്റെയിൽഡ് യൂണിവേഴ്സിറ്റി ടൂർ ഓഫ് ഓൾ മേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ ലാറ്റ്വിയ. സോ ചെക്ക് ദാറ്റ് ഔട്ട് ടു. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത് കേട്ടെന്ന് പറയാം. യു ക്യാൻ ടെൽ ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ ദാറ്റ് എൻ്റെ ഫ്രണ്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ എനിക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നത്. അതല്ലാതെ യു ക്യാൻ ഓൾസോ ടെൽ ദാറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തു, അലുമിനി പേജസ് എല്ലാം ചെക്ക് ചെയ്തു, സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ് ഞാൻ വായിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. മീൻസ് പ്രീവിയസ്ലി പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ് ഞാൻ വായിച്ചു. ഇറ്റ് വാസ് ഓൾ റിയലി ഗ്രേറ്റ് ആൻഡ് ഇറ്റ് വാസ് ഇംപ്രസീവ് എന്ന് നിങ്ങൾക്ക് പറയാം. ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ യു ക്യാൻ ഫൈൻഡ് ഓൾ ദീസ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അലുമിനൈസിനെ കുറിച്ച്, യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്
കുറിച്ചിട്ടൊക്കെ യു ക്യാൻ ഫൈൻഡ് ദ ഡീറ്റെയിൽസ്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ആൻഡ് യു ഹാവ് ടു read about your university, you have to research about your university. And യൂണിവേഴ്സിറ്റിയിൽ എത്ര ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ളതും നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, എന്തൊക്കെ ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കുക. പ്ലസ് യൂണിവേഴ്സിറ്റിക്ക് എത്ര ക്യാമ്പസ് ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കുക. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ക്വസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഫേസ് അറ്റ് ഓൺ എ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ. അതും നോക്കി വെക്കുക കേട്ടോ. എത്ര ക്യാമ്പസ് ഉണ്ട് എന്നുള്ളതും എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതും നോക്കി വെക്കുക. സോ അനദർ മേജർ ക്വസ്റ്റൻ ഇസ് അബൌട്ട് യുവർ സ്പോൺസർ. സോ നിങ്ങൾ സ്പോൺസറെ കുറിച്ച് പറയുമ്പോൾ യു നീഡ് ടു ടെൽ ദാറ്റ് യുവർ മദർ ഇസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് യുവർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ യുവർ ഫാദർ ഇസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ ഫിനാൻഷ്യൽ നീഡ്സ് ഡ്യൂറിങ് യുവർ സ്റ്റഡീസ്. ആൻഡ് ഇവിടെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ജസ്റ്റ് അത്രയും പറഞ്ഞ് മാത്രം നിങ്ങളുടെ ആൻസർ നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് യുവർ പേരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തേ പറ്റൂ. യു നീഡ് ടു ടെൽ ദം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ ദാറ്റ് ഇന്ന ബിസിനസ്സാണ്, ഇത്ര വർഷമായിട്ട് ഇന്നൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. Tell, mention the name of your business, അല്ലെങ്കിൽ mention the name of your father's business അല്ലെങ്കിൽ your mother's business. ഇന്ന സ്ഥലത്തുള്ള ഇന്ന ബിസിനസ്സാണ് ഇത്ര നാളായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ വിത്ത് മീ, ഐ വുഡ് സേ ദാറ്റ് my father is going to take care of my financial needs during my studies, and he has been a graphic designer for the past 20-25 years, and he will be taking care of all my financial needs. His annual income is around, let's say, 3 million Indian rupees, and he can easily take care of all my expenses. My mother is also very supportive, both emotionally and financially. She is mother, you can also mention mother in her work cheyanannullathu. My mother is an accountant. She has also been saving up for my studies. itra rooba allengi itra amount my mother has also kept aside for my studies ennulla reethil ninge parayam. Ivide you need to make sure that ningalde source of income clearly നിങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ ഒരു എമൗണ്ട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20 lakhs അല്ലെങ്കിൽ 2 million ഇന്ത്യൻ റുപ്പീസ് എങ്കിലും, 2 million മില്യൺസിലാണ്. യു മേ ഹാവ് നോട്ടിസ്ഡ് ഞാൻ മില്യൺസിലാണ് പറഞ്ഞത്. 2 million ഇന്ത്യൻ റുപ്പീസ് എന്നാണ് പറയുക. ലാക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല. സോ മില്യൺസ് എന്നുള്ള ഇത് ടേം യൂസ് ചെയ്യുക. ഓക്കെ, സോ 20 lakhs 30 lakhs ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എമൗണ്ട് പറയുക. ഓക്കെ, ഡസൻ മേ നോട്ട് ബി ട്രൂ, ബട്ട് അത്രയും തന്നെ നിങ്ങൾ പറയാൻ മേക്ക് ഷുവർ ചെയ്യുക. എപ്പോഴും റൗണ്ട് ഫിഗർ പറയുക. സേ അറൗണ്ട് 2 million, അറൗണ്ട് 2.5 million, അറൗണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളത്. ആൻഡ് ഈ ഒരു ആൻസറിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അനദർ പോയിന്റ് ഇസ് ദാറ്റ് അവർ ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി വെരി സപ്പോർട്ടീവ് ആണ്. ദേ ഹാവ് ഓൾവേസ് സപ്പോർട്ടഡ് മീ വെരി വെൽ ടു ഫോളോ മൈ ഡ്രീംസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ആൻസർ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. I'll move on to the next major question, that is, are you ready to move to Latvia എന്നുള്ളത്. വേറെ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന മറ്റു രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡു യു തിങ്ക് ഇറ്റ് വിൽ ബി ചാലഞ്ചിങ് ഫോർ യു ടു മൂവ് ടു ലാറ്റ്വിയ, അല്ലെങ്കിൽ ലാറ്റ്വിയ is a country that is entirely different from your home country in terms of culture, climate, food, etc. So do you think you can handle the difference, അല്ലെങ്കിൽ do you think it will be challenging for you എന്നുള്ളതാണ്. സോ ഈ ഒരു ആൻസർ നിങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു സൗണ്ട് റിയലി പോസിറ്റീവ് അബൌട്ട് ദീസ് തിങ്സ്. ഓക്കെ, നിങ്ങൾ റെഡി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റന് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് സൗണ്ട് നെഗറ്റീവ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓക്കെ ഒട്ടും ചാലഞ്ചിങ് ആയിരിക്കില്ല, എനിക്കത് ഈസിയാണ് എന്നും ആ ഒരു രീതിയിലും നിങ്ങൾ സൗണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സ്റ്റേ സംവെയർ ഇൻ ദ മിഡിൽ. ചാലഞ്ചസ് ഉണ്ടാവും, ബട്ട് യു വിൽ ഓവർകം എന്നുള്ള രീതിയിൽ ഈ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുക. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് ആർ ഗോയിങ് ടു ബി ദ മേജർ ചാലഞ്ചസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇസ് ഓഫ് കോഴ്സ് ദ ഫുഡ്. Food is entirely different. Another is language. Another one is, of course, you're going to be away from your family and friends. So adum oru major point allengi adu major challenge aanu. Another thing is the culture and climate. The climate is also like entirely different from your home country allengi from India. That is also going to be another major challenge ennallu ninge parayam. I'll give you a model answer for this one. Your answer can sound something like this. I know that doing my studies in Latvia would be a little bit challenging initially, because of course Latvia is entirely different from my home country in terms of climate. The country is much colder in terms of climate. India is a country that usually has a very moderate climate throughout the year, and when moving to Latvia I may have to face extreme cold weather during the winter seasons and all. And I think that it would be really exciting, because I have only done my studies
studies and only stayed in Kerala or in India, I think it would be really great to experience an entirely different climate, and I find it as an exciting challenge. Another thing that I consider as a challenge, or I think that may be challenging, is the food. I would really miss my mom's food. She's a person who cooks delicious food, and I would really miss her very much. But currently, I am trying to learn a few of her recipes. She has also agreed to help me through the phone to cook. So I think I will be able to manage this challenge as well. And I also consider this as an opportunity to try new foods and maybe excite my taste buds as well. And I also think I will get an opportunity to make new friends there. So that is also another thing that I consider exciting rather than as a challenge. And coming to the language, I know that in Latvia, most people speak Russian and Latvian as the common language. And they do speak English, but I believe that is less. And I am a person who is really good with learning languages, and I think I will be able to learn at least the basics of Latvian during my study time or during my study period. So I think I would also be able to adapt with that. So your answer നിങ്ങൾക്ക് conclude ചെയ്യാം in this way. Even though there are going to be these several challenges, I think there are going to be more opportunities in Latvia than these challenges. So I'm really looking forward to doing my studies in Latvia. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി നിങ്ങളുടെ ഹോബീസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാവോ. വാട്ട് വിൽ യു ഡു ഇൻ യുവർ ഫ്രീ ടൈം ഇൻ ലാറ്റ്വിയ? സോ ഹൗ വിൽ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് ചെയ്യും എന്നുള്ളത് പറയാം. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കുന്നതാണ് ഹോബിയെങ്കിൽ ഫുട്ബോൾ കളിക്കും എന്ന് പറയാം. യൂണിവേഴ്സിറ്റിയിൽ തന്നെ യു ക്യാൻ ടെൽ ദാറ്റ് നിങ്ങൾ ടീമിൻ്റെ പാർട്ടാവും. ദി മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ദെയർ ഹാസ് ദെയർ ഓൺ ടീം ആൻഡ് ഓൾ, ഫുട്ബോൾ ടീം, ഹോക്കി ടീം, ഓൾ ദീസ് തിങ്സ്. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ടെൽ ദാറ്റ് വാച്ചിങ് മൂവീസ് ആണ് നിങ്ങളുടെ ഹോബിയെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അതല്ലാതെ ഇൻ യുവർ ഫ്രീ ടൈം ഓഫ് കോഴ്സ് നിങ്ങൾ പഠിക്കും എന്നുള്ളത് പറയാം. Okay, you have to make sure you say it. നിങ്ങൾ സ്റ്റഡീസിൽ സ്പെൻഡ് ചെയ്യും എന്നുള്ളതും you will have a lot of projects, presentations, workshops, all these things. So അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പ്രോജക്ട്സും അങ്ങനെയുള്ള അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഐ വിൽ ബി സ്പെൻഡിങ് ടൈം ഓൺ മൈ സ്റ്റഡീസ് മോസ്റ്റ്ലി എന്നുള്ളത് പറയാം. ടോക്കിംഗ് അബൌട്ട് ഫ്രീ ടൈം, പാർട്ട് ടൈം ജോബ്സ് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യന് ഓൾവേസ് സേ no. Always say no. Tell that they may ask you like, do you plan to do part-time, or do you wish to do part-time during your studies? You can tell here that I am going to Latvia for my studies and I'm only intending to spend my time on my studies. I really think that if I spend my time on doing part-time jobs, I may become tired during the days, and that may affect my studies and my score as well. I wish to successfully complete this course with good grades from this university. So I would like to completely spend my time on studies and not go for any part-time work. And moreover, my parents will be taking care of all my financial needs during my studies. So I do not have to worry about making these small amounts of money during my studies. So atrayum parnonde ninka answer wind up ചെയ്യാം. Now moving on to the next question, it is, do you have any friends or family in Latvia? So ഈ ഒരു question ആൻസർ ചെയ്യുമ്പോൾ യൂഷ്വലി സ്റ്റുഡൻസ് ആർ വെരി ഡൗട്ട്ഫുൾ. പറയണോ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ, റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. പക്ഷേ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് സെറ്റിൽഡ് ആണ്. ലാറ്റ്വിയ, പോളണ്ട്, എവിടെയാണെന്നുണ്ടെങ്കിലും നെയ്ബറിങ് കൺട്രീസിലോ എവിടെയെങ്കിലും ഫാമിലി ഓർ ഫ്രണ്ട്സ് സെറ്റിൽഡ് ആണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണ്ട. അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് അവിടെ സെറ്റിൽഡ് ആണ് എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങൾക്കും അവിടെ സെറ്റിൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇൻ്റർവ്യൂവിന് കിട്ടുക, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, സോ ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. ബട്ട് യു കെൻ ഓഫ് കോഴ്സ് ടെൽ ദാറ്റ് എൻ്റെ ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ദർ ഇസ് നോ ഇഷ്യൂ അറ്റ് ഓൾ. ഇറ്റ്സ് ഗുഡ്. Now moving on to the next question, that is about your accommodation. Where do you plan to arrange your accommodation എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ where do you plan to stay during your studies? So ഈ ഒരു ക്വസ്റ്റന് you can always tell that your first preference is the university's dormitory. So ഇത് പറയണമെങ്കിൽ first you need to research whether your university has a dormitory. Okay, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ you will be able to find it. So അതാദ്യം സെർച്ച് ചെയ്യുക, ആൻഡ് ദെൻ യു ക്യാൻ ടെൽ ദാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററി ഈസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് റീസൺസ് ആയിട്ട് പറയാം. ദാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ സ്റ്റേ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻറ്ററാക്ട് ക്ലോസ്ലി വിത്ത് അതർ സ്റ്റുഡൻസ് ഫ്രം ദ സെയിം യൂണിവേഴ്സിറ്റി ഹു ആർ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ആൻഡ് യു വിൽ ബി ഏബിൾ ടു എക്സ്ചേഞ്ച് കൾച്ചർ,
teachers, interact closely with them. So in that way you will improve your interpersonal skills. You can be part of study groups. Okay, നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പ്ലസ് സിൻസ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ യൂണിവേഴ്സിറ്റി, ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു കമ്മ്യൂട്ട് ടു ദ യൂണിവേഴ്സിറ്റി. പോയി വരാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ആൻഡ് പ്ലസ് ദ യൂണിവേഴ്സിറ്റീസ് ഡോർമിറ്ററീസ് യൂഷ്വലി പ്രൊവൈഡ് the best facilities for all the students, not just for international students, for all the students. So that would be really beneficial ennallathu ninge parayam. So for all these reasons, I would like to choose the university's dormitory ennu parayam. In case the university's dormitories are not available, allengi in case the university dormitories are full, if there is no vacancy, or then I would like to arrange my accommodation as close to the university as possible, because then I would be able to save time and energy of commuting. Poi varnende time and energy save cheyam ennallathu parayam. And then moving on to the next kind of questions is about siblings. Ninge siblings undo ennullൊരു question അവർ ചോദിക്കാറുണ്ട്. These are not commonly asked questions. ഇതൊക്കെ അവർ കാഷ്വലി ചോദിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആൻസർ വൈൻഡപ്പ് ചെയ്യരുത് ഒരിക്കലും. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മറ്റേ 1 വേർഡിൽ ആൻസർ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കില്ല. അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ക്യൂ ആണ്. ദേ ജസ്റ്റ് ഗിവിങ് യു എ ടോപ്പിക് ടു ടോക്ക് അബൌട്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ലൈൻസ് എങ്കിലും മിനിമം നിങ്ങൾ പറയുക. സോ വെൻ യു ആർ ആസ്ക്ഡ് വെദർ യു ഹാവ് സിബ്ലിങ്സ്, യെസ് ഐ ഡു ഹാവ് എ യങ്ങർ ബ്രദർ ഹു ഇസ് സ്റ്റഡിയിങ് ഇൻ 10th grade and we are pretty close with each other. You can tell their name if you want. അല്ലെങ്കിൽ ഇത്രയെങ്കിലും മിനിമം ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് യൂഷ്വലി ലൈവ് ഇൻ്റർവ്യൂസിന് വരാം. വെൻ കമ്മിങ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ, ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയയുടെ ഇൻ്റർവ്യൂവിന് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് യൂഷ്വലി ദർ മേ ബി മൾട്ടിപ്പിൾ പീപ്പിൾ ഇൻ്റർവ്യൂയിങ് യു. ഓക്കെ, ഒന്നിലധികം ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ടാവാം. പ്ലസ് നിങ്ങൾക്കൊരു ഗ്രാഫ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയയിൽ. ലൈവ് ഇൻ്റർവ്യൂസ് ആയിരിക്കും. ഇതല്ലാതെ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് മേ ബി നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് പറയാമോ. ഓക്കെ, ഇത് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ദാറ്റ് ഈസ് യുവർ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ റുട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി റുട്ടീൻ ഒന്ന് പറയാമോ എന്നൊക്കെയുള്ള ക്വസ്റ്റന് എപ്പോഴും ടെൽ ഇൻ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, ഐ വേക്കപ്പ് അറ്റ്. ഓക്കെ, നിങ്ങൾ യൂഷ്വലി വേക്കപ്പ് എന്നുള്ള സംഭവം പറയുക. ഐ വോക്കപ്പ് എന്നോ ഐ വിൽ വേക്കപ്പ് എന്നോ ഉള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. Okay, always tell everything in the present tense. Okay, which is I wake up at 6 a.m. in the morning, and then I brush my teeth. I go to the gym, I go for a walk, and I eat my breakfast. Okay, go eat, and then I go to work, I go to my classes, or I endha cheyyunnu vecha you can tell how you spend your time, and then I return home by noon. I have my lunch usually around at 1 o'clock, and then I may sometimes take a nap. So routine പറയുമ്പോൾ എപ്പോഴും പ്രസൻറ്റൻസിൽ പറയാന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്യാൻ യു ടെൽ us about your city, അല്ലെങ്കിൽ ക്യാൻ യു ടെൽ me more about the education system in your country, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ യുവർ കൺട്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. കമ്പയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പറയാം. യൂറോപ്പിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയാം. കൂടുതൽ തിയറിക്ക് ഫോക്കസ് കൊടുക്കുന്ന സിസ്റ്റം ആണെന്നൊക്കെ ഉള്ള രീതിയിൽ സിലബസ് അത്ര അപ്ഡേറ്റഡ് അല്ല. പക്ഷേ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ടെൽ ഗുഡ് തിങ്സ് ഓൾസോ അബൌട്ട് ദ കൺട്രി. ഓക്കെ, ആൻഡ് ദെൻ സ്പെസിഫിക്കലി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഗ്രാഫ്. നിങ്ങൾക്ക് യൂഷ്വലി ആ ഒരു സൂം മീറ്റിൽ അല്ലെങ്കിൽ ആ മീറ്റിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഓൺ സ്പോട്ട് അവർ ഒരു ഗ്രാഫ്, മേ ബി ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ് ഒക്കെ കാണിച്ചിട്ട് ഈ ഒരു ഗ്രാഫ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമോ, ഒന്ന് അതെന്താണെന്നുള്ളതൊന്ന് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദിസ് ഈസ് ബേസിക്കലി ടു ടെസ്റ്റ് യുവർ ലാംഗ്വേജ്. ഓക്കെ, IELTSന്റെ റൈറ്റിംഗ് ടാസ്ക് 1 വരുന്ന പോലെ ഒരു ആക്ടിവിറ്റി ആണിത്. സോ അതിൽ റൈറ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ ആ ഗ്രാഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ നിങ്ങൾ വൊക്കാബുലറി ഒക്കെ ശ്രദ്ധിക്കുക. സോ IELTSന്റെ റൈറ്റിംഗ് ടാസ്ക് 1 എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് IELTSന്റെ റൈറ്റിംഗ് ടാസ്ക് 1 എടുത്ത് കുറച്ചൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, യു വിൽ ഫൈൻഡ് എക്സാമ്പിൾസ് ഓൺ ദി ഇന്റർനെറ്റ് ആൻഡ് ഓൾ. ജസ്റ്റ് റീഡ് എ ഫ്യൂ ഓഫ് ദീസ് ടാസ്ക് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ വെൽ. ഇത് വിത്ത് പ്രാക്ടീസ് യു വിൽ ഗെറ്റ് ബെറ്റർ. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ചിലപ്പോൾ ചിലത് ഇൻക്രീസ് ആവുന്നുണ്ടാവും, ചിലത് ഡിക്രീസ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേറെ വേറെ വൊക്കാബുലറി
സമ്മറീസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോൺ അപ്പ്, ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ്, ഇറ്റ് ഹാസ് റോസ് എന്നൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാതെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ റൈറ്റിംഗ് ടാസ്ക് 1 ഓഫ് IELTS. ഓക്കെ, സോ ദിസ് ഇസ് പ്രിറ്റി മച്ച് ഇറ്റ് അബൌട്ട് ദി ലൈവ് ഇൻ്റർവ്യൂസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എ ക്വസ്റ്റൻ, ഓക്കെ, അവർ ചോദിച്ച ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് സ്റ്റേയിങ് സൈലൻറ്റ്. നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് ആൻസർ ചെയ്യാം എന്നും നിങ്ങൾ തിങ്ക് ചെയ്യരുത്. ഫസ്റ്റ് തിങ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ആൻഡ് ഇൻ കേസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അത് നിങ്ങൾ ഡയറക്ട്ലി അവരോട് ചോദിക്കുക ഇൻ എ വെരി പൊളൈറ്റ് ആൻഡ് ക്ലിയർ മാനർ. സേ സോറി, ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യൻ മാം, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചോദിക്കുക, and they will surely repeat the question, so no worries at all. So this is pretty much it. And when you wind up your interview, make sure you say thank you for your time, it was really nice talking to you, I hope you will be giving me a positive feedback, and have a wonderful day ennu parna wind up cheya. So this is it about the live interviews. In case you have any more doubts about live interviews of these universities, just let us know and we will be clearing your doubts. Thank you very much for watching this video. Bye bye.